കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും ഒന്നാമത്തെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഉത്തരമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഓരോ കാര്യം ചോദിക്കുമ്പോഴും അതിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, കേരളത്തില് എത്ര ശതമാനമാണ് മലനാട് എന്ന് പറയുന്ന വിഭാഗം വരുന്നത്? അതായത് മൊത്തം കേരളത്തിന്റെ ഭൂവിഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനമാണ് മലനാട്? എത്രയാണ്? 48 48%. തീരപ്രദേശമാണെങ്കിലോ അത് എത്രയാണ്? 10% അല്ലെ? 10%മാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെരിയ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെ സ്ഥലമായിരുന്നു പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത്? ഒന്ന് ഓർത്തെടുത്തേ. ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണത്? മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ? മാമ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പെരിയ ചുരം മാനന്തവാടി ടു മൈസൂരാണ്. അതുപോലെ തന്നെ പൂച്ചിമല എവിടെയാണ് വരുന്നത്? പൂച്ചിമല ഒന്ന് ഓർത്തെടുത്തേ. പൂച്ചിമല എവിടെയാണ്? പത്തനംതിട്ട ജില്ലയാണ് അല്ലെ? പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ തന്നെ ശബരിമല, പൂച്ചിമല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാ വരുന്നത്? എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. എന്നാൽ റോസ്മലയാണെങ്കിലോ? റോസ്മല കൊല്ലം അല്ലെ? റോസ്മല എവിടെയാണ്? കൊല്ലത്താണ് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതായിരുന്നു? ഏതാണ്? കണ്ണൂർ അല്ലെ? കണ്ണൂരാണ് അല്ലെ? കണ്ണൂരാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത്. കുറവാണെങ്കിൽ ഇടുക്കിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 87 ആണോ 78 ആണോ? കൺഫ്യൂഷൻ ആവരുത്. 87 ആണെങ്കിൽ എന്തായിരുന്നു? 87 ഒറ്റ സെക്കൻഡ്. 87 ആണെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയാണ് അല്ലെ? മുനിസിപ്പാലിറ്റിയാണ് 87. 78 ആണെങ്കിൽ എന്താണത്? അത് താലൂക്കാണ്. ഓക്കെ, ഇനി ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ എത്രയായിരുന്നു? അത് 941 അല്ലെ? 941 ഗ്രാമപഞ്ചായത്താണുള്ളത്. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതായിരുന്നു? കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ഏതാണ്? ബുദ്ധമയൂരിയാണ് അല്ലെ? ബുദ്ധമയൂരിയാണ്. പിന്നെ ചന്ദ്രനഗരം എന്നറിയപ്പെടുന്നത്, ചന്ദ്രനഗരം ഏതായിരുന്നു? ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. ഏതാണ് ചന്ദ്രനഗരം? മറയൂരാണ് അല്ലെ? മറയൂരാണ് ചന്ദ്രനഗരം എന്ന് പറയുന്നത്. എന്നാൽ ഗാദിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഗാദിഗ്രാമം ഏതായിരുന്നു? ബാലുശ്ശേരിയാണ് അല്ലെ? ബാലുശ്ശേരിയാണ് ഗാദിഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ ജില്ലകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഈ പറഞ്ഞ 14 ജില്ലകളിലെയും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റാങ്ക് ഫയൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? നോക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 14 ജില്ലകളിലൂടെ ഒന്ന് കയറി പോകാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? തെക്കിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യം തിരുവനന്തപുരം ജില്ലയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ എന്നാണ് രൂപീകരിച്ചത്? തിരുവനന്തപുരം ജില്ല എന്നാണ്? അങ്ങനെ എപ്പോഴും ചോദിക്കാറൊന്നുമില്ല. ചില ജില്ലകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എന്നാണ് രൂപീകരിച്ച വർഷം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം, കൊല്ലം അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടുവരാറുണ്ട്. കുറച്ചൊക്കെ മുന്നേ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഈ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ജൂലൈ 1 1949 ഏത് വരുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ല രൂപീകൃതമാകുന്നത്. 1949 ജൂലൈ 1 തിരുവനന്തപുരം ജില്ല രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ഒരുപാട് പ്രതിമകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റൂലേ? പ്രത്യേകിച്ച് ആ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ഉണ്ട് പ്രതിമകൾ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജില്ലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടും. ഓക്കെ, അപ്പൊ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്. ഓർക്കാലോ, പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഇനി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല കൂടിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ജനസംഖ്യ കൂടുതൽ ഏതാണ്? അത് മലപ്പുറം ആണ് അല്ലെ? എന്നാൽ ജനസാന്ദ്രത ഉള്ള സ്ഥലത്ത് മാക്സിമം ആളുകളാണ്. അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതക്കാരുള്ള ജില്ല എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? ഈ പറഞ്ഞ തിരുവനന്തപുരം തന്നെയാണ്. ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇവിടുന്ന് പലപ്പോഴായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണത്? നമ്മുടെ തിരുവനന്തപുരത്തെ തൈക്കാടാണ്. ഓക്കെ, അപ്പൊ തൈക്കാട് ആ ഒരു പ്രോപ്പർ സ്ഥലമായിരിക്കും ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? തൈക്കാട്. അതേപോലെ ചോദിക്കുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി ആണെങ്കിൽ അത് എവിടെയാണ്? അരിപ്പയാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി അരിപ്പയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് ആണ് എവിടെ? തൈക്കാട്. ഓക്കെ, അപ്പൊ പോലീസിനൊക്കെ ട്രെയിനിങ് എവിടെ കൊടുക്കുന്ന? ഒരു കാട്ടിലാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്.
ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? അരിപ്പയാണ്. ഫോറസ്റ്റ് അക്കാദമി അരിപ്പയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടുന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കറന്റ് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ശാസ്താംപാറയിലാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം എവിടെയാണ് വന്നത്? എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ പ്രോപ്പർ പ്ലേസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. തിരുവനന്തപുരം എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, എവിടെയാണ് ആ പ്ലേസ്, കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം എവിടെയാ വന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ശാസ്താംപാറ. അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സോയിൽ മ്യൂസിയം, മണ്ണ് മ്യൂസിയം അല്ലെ, സോയിൽ മ്യൂസിയം എവിടെയാണ് വന്നിട്ടുള്ളത്? പാറാട്ടുകോണത്താണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സോയിൽ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യം നമ്മൾ പഠിച്ചത്? തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് 1949 ജൂലൈ 1 തിരുവനന്തപുരം ജില്ല രൂപീകൃതമാകുന്നത്. ഒരുപാട് പ്രതിമകളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രതിമകളുടെ നഗരം എന്ന് വിളിക്കുന്നത്. ഇനി ജനസാന്ദ്രതയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പൊ ജനസാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? തിരുവനന്തപുരത്തിനാണെങ്കിൽ ജനസംഖ്യയിൽ അത് മലപ്പുറത്തിനാണ്. മാറിപ്പോകരുത്. ഇനി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോലീസ് ട്രെയിനിങ് കോളേജ്. എവിടെയാണ് പോലീസ് ട്രെയിനിങ് കോളേജ് വരുന്നത്? അതായത് കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അല്ലെ, ഏതോ ഒരു കാട്ടിലായിരുന്നു അവർക്ക് ട്രെയിനിങ് കൊടുത്തത്. തൈക്കാടാണ് പോലീസ് ട്രെയിനിങ് കോളേജ്. എന്നാൽ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് അരിപ്പയിലാണ്. ഫോറസ്റ്റ് അക്കാദമി അരിപ്പ. പഠിക്കാലോ. ഇനി അടുത്തത് ഏതാ പഠിച്ചത് നമ്മള്? കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം എവിടെയാണ്? ശാസ്താംപാറയിലാണ് അല്ലെ. നമ്മൾ പാറയിലൂടെ ഒക്കെ ഒരു അഡ്വഞ്ചർ ആയിട്ട് നമ്മൾ ടൂറിസം പോയത്. അപ്പൊ ശാസ്താംപാറയിലാണ് ഏത്? കേരളത്തിൽ തന്നെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ സോയിൽ മ്യൂസിയം, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സോയിൽ മ്യൂസിയം ആണ് കേട്ടോ. എവിടെ വരുന്നത്? നമ്മുടെ പാറാട്ടുകോണത്ത് വരുന്നത് അല്ലെ. പാറയ്ക്ക് ഇങ്ങനെ പൊടിച്ചിട്ടാണ് ആ ഒരു മണ്ണ് ഉണ്ടാക്കി ആലോചിച്ചാൽ മതി. അപ്പൊ പാറാട്ടുകോണമാണ് സോയിൽ മ്യൂസിയം. മണ്ണ് മ്യൂസിയം എവിടെയാണ്? പാറാട്ടുകോണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങൾ, അതിന്റെ ശില്പി ആരാണെന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴായിട്ട് ഈ രണ്ടെണ്ണം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കയറി വരാറുണ്ട്. നമ്മുടെ വർക്കല നഗരവും ബാലരാമപുരവും. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാവുന്ന പഠിക്കാം. വർക്കല നഗരത്തിന്റെ ശില്പി ചോദിച്ചാൽ അതാരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ വർക്കല നഗരം ഉണ്ടല്ലോ, ആ വർക്കല നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. എന്നാൽ ബാലരാമപുരം പട്ടണത്തിന്റെ ശില്പിയാണെങ്കിൽ അതാരാ? ഉമ്മിണി തമ്പിയാണ് കേട്ടോ. ബാലരാമപുരം ഉമ്മിണി തമ്പി. വർക്കലയാണെങ്കിൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. മാറരുത്. വർക്കല നഗരമാണെങ്കിൽ ആരാ ശില്പി? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ബാലരാമപുരം ആണെങ്കിലോ അത് ഉമ്മിണി തമ്പി. പഠിക്കാലോ. ഉമ്മിണി തമ്പി എവിടത്തെയാണ്? ബാലരാമപുരം അല്ലെ. ബാലരാമപുരം പട്ടണത്തിന്റെ ശില്പിയാണ് ആര്? ഉമ്മിണി തമ്പി എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യവും ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി അടുത്തത് നമ്മുടെ ജയിലിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജയില് ഏതാണത്? പൂജപ്പുര ജയിലാണ് അല്ലെ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജയില് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പൂജപ്പുരയാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണെങ്കിൽ അത് ഏതാണ്? നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. നെയ്യാറ്റിൻകര. വനിത, നെയ്യായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ വനിതാ ജയിൽ ചോദിച്ചാൽ അത് നെയ്യാറ്റിൻകര. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയില് അതേതാണ്? അത് പൂജപ്പുരയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാ ചോദിച്ചാൽ അത് പൂജപ്പുരയാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ചോദിച്ചാൽ അത് ഏതാണ്? അത് നെയ്യാറ്റിൻകരയാണ്. ഓർമ്മയിലുണ്ടല്ലോ. ആദ്യത്തെ ജയിൽ ചോദിച്ചാൽ ഏതാണ്? സോറി, ആദ്യത്തെ അല്ല, ഏറ്റവും വലുത് ചോദിച്ചാൽ ഏതാണത്? പൂജപ്പുരയും. പിന്നെ വനിതാ ജയിൽ ചോദിച്ചാൽ അത് ഏതാണ്? അത് നെയ്യാറ്റിൻകരയാണ്. ഇനി അടുത്തത് ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് ഏതാണത്? കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? വെള്ളനാടാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? വെള്ളനാട്. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് അതേതാണ്? വെങ്ങാനൂര്. ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂര്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്താണെങ്കിലോ ഏതാണത്? വെള്ളനാടാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്താണെങ്കിൽ അത് വെള്ളനാടോ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണെങ്കിൽ അത് ഏതാണ്? വെങ്ങാനൂരാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് എവിടെയാണ്? അത് ടെക്നോ പാർക്ക് ആണ് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്ക് ആണ് കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തോന്നയ്ക്കലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് അത് എവിടെയാണ്? തോന്നയ്ക്കലാണ്.
ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ 2 നഗരങ്ങളെ പറ്റി പഠിച്ചു. അതേതാണ്? വർക്കലയും ബാലരാമപുരം. വർക്കലയാണെങ്കിൽ ആരായിരുന്നു? വർക്കലയാണെങ്കിൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ബാലരാമപുരം ആണെങ്കിൽ ആരാണ്? അത് ഉമ്മിണിത്തമ്പി അല്ലെ? ഉമ്മിണിത്തമ്പിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ എവിടെയാണ്? അത് പൂജപ്പുര. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ചോദിച്ചാലോ? അത് നെയ്യാറ്റിൻകര. വനിതാ നെയ്യ് ആയിട്ട് കണക്ട് ചെയ്യട്ടോ. വനിതാ ജയില് നെയ്യാറ്റിൻകര. ഇനി വെള്ളനാടുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്താണ് ഇത് വെള്ളനാട് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണെങ്കിൽ അതേതാണ്? അത് വെങ്ങാനൂരാണ്. ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂര്. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ആണെങ്കിൽ അതേതാണ്? ടെക്നോ പാർക്കാണ്. എന്നാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് ആണെങ്കിൽ അതേതാണ്? തോന്നക്കലാണ് അല്ലെ? തോന്നക്കലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കേരള ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള ആദ്യ ഫിലിം സ്റ്റുഡിയോ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചിത്രാഞ്ജലിയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലിയാണ് കേരള ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള, കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫിലിം സ്റ്റുഡിയോ ഏതാണ് വരുന്നത്? ചിത്രാഞ്ജലിയാണ്. ഓക്കെ. ഫിലിം സൊസൈറ്റി ചോദിക്കുകയാണെങ്കിൽ ചിത്രലേഖയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ചോദിക്കാറുള്ളത്. അപ്പൊ കേരള ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്നത് ചിത്രാഞ്ജലിയാണ്. ഓക്കെ ആണല്ലോ. ഏതാണ് ചിത്രാഞ്ജലി എന്ന് പറയുന്നത്? കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ അതേതാണ്? ചിത്രാഞ്ജലി. ഇനി നമുക്ക് നമ്മുടെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടതാണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെ? അപ്പൊ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താ? മ്യൂറൽ പഗോഡ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. നമുക്കറിയുന്നതാണ് അല്ലെ? പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താ? മ്യൂറൽ പഗോഡ. അതായത് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. എന്നാൽ മറ്റൊരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അല്ലെ? ആറ്റുകാൽ ദേവി ക്ഷേത്രം. എന്താ അതിന്റെ പ്രത്യേകത? സ്ത്രീകളുടെ ശബരിമലയാണ് അല്ലെ? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏത്? ആറ്റുകാൽ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അതും ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ 2 കാര്യം ഓർത്ത് വെക്കാം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണെങ്കിലോ അത് ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. ഓക്കെ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തോന്നക്കലാണ് അല്ലെ? നമ്മൾ ലൈഫ് സയൻസ് പാർക്ക് പറഞ്ഞപ്പോഴും തോന്നക്കല പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്ന് കേട്ടാൽ അത് എവിടെയാണെന്ന് ഓർത്ത് വെക്കണം. അത് തോന്നക്കലാണ്. ഓക്കെ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് തോന്നക്കലാണ്. അതേപോലെ തന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതേതാണ്? അബ്ദുൽ കലാം മ്യൂസിയം. അബ്ദുൽ കലാം മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചാൽ പുനലാലാണ് കേട്ടോ. അബ്ദുൽ കലാം മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചാൽ ഇത് എവിടെയാണ്? പുനലാലാണ്. ഇനി നമ്മുടെ തുമ്പയിലുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. എന്താണത്? VSSC അല്ലെ? അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? അത് തുമ്പയിലാണ്. അപ്പൊ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തുമ്പയിലാണ്. ഇനി അവിടെ വരുന്ന മറ്റൊരു ഗവേഷണ കേന്ദ്രം ഉണ്ട്. അതേതാണ്? ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. അത് എവിടെയാ വരുന്നത്? ശ്രീകാര്യമാണ്. ഓക്കെ. അപ്പൊ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് എവിടെയാ വരുന്നത്? ശ്രീകാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പൊ തന്നെ പഠിക്കുക. അതായത് ക്ലാസ് കാണുക, പഠിച്ചെടുക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? വേഗം ബ്രെയിനിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകട്ടെ. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ തിരിയാതെ പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ക്യാച്ച് ചെയ്ത് പഠിക്കുക. കിട്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമായി തോന്നുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ അവിടെ എഴുതി വെക്കുക. അത് വീണ്ടും എന്ത് ചെയ്യുക? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ മുതലല്ലേ പറഞ്ഞത് ചിത്രാഞ്ജലി അല്ലെ? ചിത്രാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താ? കേരള ഗവൺമെന്റിന്റെ അധികാരം, അതായത് ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് ഏതെന്ന് പറയുന്നത്? ചിത്രാഞ്ജലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇനി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണെങ്കിലോ അത് ആറ്റുകാൽ ക്ഷേത്രമാണ് അല്ലെ? ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. ഇനി തോന്നക്കൽ എന്താ ഉള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നക്കലാണ്. അബ്ദുൽ കലാം മ്യൂസിയം ആണെങ്കിൽ അത് എവിടെയാണ്? പുനലാലാണ് അല്ലെ? പുനലാലാണ് അബ്ദുൽ കലാം മ്യൂസിയം വരുന്നത്. ഇനി VSSC അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണെങ്കിൽ തുമ്പയിലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാ വരുന്നത്? തുമ്പ. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് എവിടെയാ വരുന്നത്? ശ്രീകാര്യത്താണ് അല്ലെ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ശ്രീകാര്യം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെന്നാണ് അർത്ഥം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം.
ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കട്ടോ. ഒന്ന് കണ്ണടച്ചിട്ട് ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏറെക്കുറെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം. ഒന്നാമത്തത്, കേരളത്തിലെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? കേരളത്തിലെ ഫോറസ്റ്റ് അക്കാദമി നോക്കിയിട്ട് പറയരുത്, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഫോറസ്റ്റ് അരിപ്പയാണ് അല്ലെ, അരിപ്പയാണ്. എന്നാൽ പോലീസ് ട്രെയിനിങ് കോളേജ് ആണെങ്കിലോ, പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയായിരുന്നു? ഏതോ ഒരു കാട്ടിലില്ലേ, തൈക്കാട്. ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സോയിൽ മ്യൂസിയം, മണ്ണ് മ്യൂസിയം എവിടെയായിരുന്നു? മണ്ണിലെ പാറ പൊട്ടിച്ചിട്ട് മണ്ണ് ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പാറാട്ടുകോണം കിട്ടുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞു 2 നഗരങ്ങളിലെ വർക്കലയുണ്ട്, ബാലരാമപുരം ഉണ്ട്. ബാലരാമപുരത്തിന്റെ ശില്പി ആരായിരുന്നു? ബാലരാമപുരം പട്ടണത്തിന്റെ ശില്പി ആരായിരുന്നു? ഉമ്മിണിത്തമ്പി. ഉമ്മിണിത്തമ്പിയാണ്. മറ്റാളാണെങ്കിൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണെങ്കിൽ അത് വർക്കലയാണ്. വർക്കല നഗരത്തിന്റെ ശില്പിയാണെങ്കിൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണെങ്കിലോ, വനിതാ ജയിൽ ഒന്ന് ഓർത്തെടുത്തേ. വനിതാ ജയിൽ, നെയ്യ് വെച്ച് കണക്ട് ചെയ്ത് വനിതനെ. അപ്പൊ നെയ്യാറ്റിൻകര. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചോദിച്ചാൽ അത് പൂജപ്പുരയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് അതെവിടെയായിരുന്നു? തോന്നയ്ക്കൽ അല്ലെ, തോന്നയ്ക്കലാണ്. അതേപോലെ തോന്നയ്ക്കൽ ഉത്തരം വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പറഞ്ഞു. ഏതാണത്? എന്തോ ഒരു വൈറോളജി അല്ലെ, അതെന്താടാ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എവിടെ തന്നെയാണ് വരുന്നത്? തോന്നയ്ക്കലാണ് വരുന്നത്. ഓക്കെ, VSSC എവിടെയാണ്? തുമ്പ അല്ലെ, തുമ്പയാണ്. പിന്നെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ അത് ശ്രീകാര്യത്താണ്. ഇത്രയും ഓക്കെ അല്ലേ? തിരുവനന്തപുരം വിടാലോ. ഇനി അടുത്ത ജില്ല എടുക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കൊല്ലത്തെയാണ് പഠിക്കാൻ പോകുന്നത്. ഇനി കൊല്ലം എന്നാ രൂപീകരിക്കുന്നത്? സെയിം ഡേറ്റ് തന്നെയാണ്, 1949 ജൂലൈ 1. 1949 ജൂലൈ 1 കൊല്ലം ജില്ലയെ രൂപീകരിക്കുന്നത്. ഇനി കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകത ആണ് എന്താ? കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കൊല്ലം ജില്ലയാണ് പറയാം. അപ്പൊ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും പോലും ഏതാണ്? നമ്മുടെ കൊല്ലമാണ് അല്ലെ. അപ്പൊ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. അപ്പൊ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കശുവണ്ടിയാണ് മനസ്സിലേക്ക് വരിക. അപ്പൊ കൊല്ലം ജില്ലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് എവിടെയാണ് വരുന്നത്? എവിടെയാണ് വന്നിട്ടുള്ളത്? തെന്മലയിലാണ് അല്ലെ. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രൊജക്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് എവിടെയാണ്? തെന്മല. അതേപോലെ തന്നെയാണ് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും എവിടെ തന്നെയാണ്? തെന്മലയിലാണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് തെന്മല. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് അല്ലെ. ബട്ടർഫ്ലൈ ഒക്കെ തേൻ കുടിക്കാനല്ലേ വരിക. അപ്പൊ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? തെന്മലയിലാണ്. ഓർത്തു വെക്കാലോ. 2 എണ്ണം തെന്മലയിലുണ്ട്. ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റും അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും. രണ്ടും എവിടെയാണ്? തെന്മലയിലാണ്. ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായിട്ടുള്ള ഏതാണ്? ജടായുപ്പാറ അല്ലെ. ജടായുപ്പാറയാണ്. അതെവിടെയാണ്? സോറി, ആ പക്ഷി പ്രതിമ എവിടെയാണ്? ജടായുപ്പാറയിലാണ്. ജടായുപ്പാറ എവിടെയാണ് വരുന്നത്? കൊല്ലത്താണ്. അതും പഠിക്കണം. ഏതാണ്? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജടായുപ്പാറയിലാണ്. ഓക്കെ ആണല്ലോ. ജടായുപ്പാറയിലാണ് ഏറ്റവും വലിയ പക്ഷി പ്രതിമ ഉള്ളത് എന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം എവിടെ ആരംഭിച്ചത്? അത് അഴീക്കലാണ് കേട്ടോ. അഴീക്കലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഴീക്കലാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകരയാണ്. നീണ്ടകര ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നീണ്ടകര മനസ്സിൽ വരണം. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നീണ്ടകരയാണ്. ഇനി അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലെ നമ്മുടെ കൊല്ലത്ത്. ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ് ഏത്? കൊല്ലം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. അതിന്റെ ചെയർമാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഇവിടെയാണ് നമ്മുടെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് കൊല്ലമാണ്. കണ്ടൽ കൊല്ലം ഓർത്തു വെക്കാലോ. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കൊല്ലമാണ്. എന്നാൽ മാറിപ്പോകാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ആണെങ്കിൽ അത് എവിടെയാണ്? അത് കൊയിലാണ്ടിയാണ് കേട്ടോ. കൊയിലാണ്ടിയാണ് കണ്ടൽ മ്യൂസിയം വരുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ആണെങ്കിൽ അത് കൊയിലാണ്ടിയും, എന്നാൽ കണ്ടൽ ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് എവിടെയാണ് വരുന്നത്? കൊല്ലത്താണ്. തെറ്റൂലല്ലോ. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രമാണെങ്കിൽ കൊല്ലത്താണ്. എന്നാൽ മ്യൂസിയം ആണെങ്കിൽ അത് കൊയിലാണ്ടിയിലാണ് കേട്ടോ. കൊയിലാണ്ടിയിലാണ് കണ്ടൽ മ്യൂസിയം വരുന്നത്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം.
നമ്മൾ ആദ്യം എന്താ പറയുക, കൊല്ലം ജില്ലയെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. പിന്നെ തെന്മലയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് ഏതാണ്? തെന്മല അല്ലെ. ഇക്കോ ടൂറിസം പ്രൊജക്ട് തെന്മലയിലാണ്. അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? അതും തെന്മലയിലാണ്. രണ്ടെണ്ണം, ഇക്കോ ടൂറിസം പ്രൊജക്റ്റും ബട്ടർഫ്ലൈ സഫാരി പാർക്കും രണ്ടും എവിടെയാണ്? തെന്മലയിലാണ്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? ഓക്കെ, പിന്നെ ഏതാ പറഞ്ഞത്? ഏറ്റവും വലിയ പക്ഷിപ്രതിമ അല്ലെ. പക്ഷിപ്രതിമ എവിടെയാണ്? ജടായു പാറയാണ് അല്ലെ. ജടായു പാറയിലാണ് ആ ഒരു പക്ഷിപ്രതിമ ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം എവിടെ വരുന്നത്? അഴീക്കലാണ് അല്ലെ. അഴീക്കലാണ് സുനാമി മ്യൂസിയം വരുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാ? അത് നീണ്ടകരയാണ് അല്ലെ. നീണ്ടകരയാണ് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുള്ളത്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കൊല്ലത്താണ് അല്ലെ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ഉണ്ട്. കണ്ടൽ മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ആണെങ്കിൽ അത് കൊയിലാണ്ടി, ഗവേഷണ കേന്ദ്രം ആണെങ്കിൽ അത് നമ്മുടെ കൊല്ലത്തുമാണ്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇവിടെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഏത്? പാലരുവി വെള്ളച്ചാട്ടം. ഓക്കെ, പാലരുവി വെള്ളച്ചാട്ടം. ഇത് കൺഫ്യൂഷൻ ആവരുത്. പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലാണ്. എന്നാൽ അത് പൂന്തേനരുവി ആണെങ്കിൽ അത് ഇടുക്കിയാണ്. എന്നാൽ അത് പെരുന്തേനരുവി ആണെങ്കിൽ അത് എവിടെയാണ്? അത് പത്തനംതിട്ടയാണ് കേട്ടോ. അപ്പൊ പത്തനംതിട്ട, കുറച്ച് പേര് തന്നെ കുറച്ച് വലുപ്പമില്ലേ? പത്തനംതിട്ട അല്ലെ. കൊല്ലം, ഇടുക്കി എന്ന് പറയുമ്പോൾ ചെറുതാണ്. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ കുറച്ച് വലിയൊരു പേരല്ലേ. അതാണ് പെരുന്തേനരുവി. പെരിയ പേരാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പെരുന്തേനരുവി എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. പാലരുവി ആണെങ്കിൽ നമ്മുടെ കൊല്ലാണ്. പാലരുവി കൊല്ലം. ഓക്കെ, അപ്പൊ പാലരുവി കൊല്ലം. പൂന്തേനരുവി എന്ന് പറഞ്ഞാൽ അത് ഇടുക്കിയാണ്. പൂന്തേനരുവി ഏതാണ്? ഇടുക്കിയാണ്. എന്നാൽ പെരുന്തേനരുവി അതേതാണ്? പത്തനംതിട്ട ജില്ല. മാറിപ്പോലല്ലോ. പാലരുവി കൊല്ലം. പാലരുവി ഏതാണ്? കൊല്ലം. പൂന്തേനരുവി ആണെങ്കിലോ അത് ഇടുക്കി. എന്നാൽ പെരുന്തേനരുവി ആണെങ്കിൽ പെരിയ പേരാണല്ലേ, അതായത് പത്തനംതിട്ടയാണ്. പെരുന്തേനരുവി പത്തനംതിട്ടയാണ്. അതേപോലെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കൂടി ഉണ്ട്. അതും കൂടി ഇതിന്റെ കൂടെ നമുക്ക് പഠിച്ചു പോവാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. തുഷാരഗിരി വെള്ളച്ചാട്ടം അതെവിടെയാ വരുന്നത്? തുഷാരഗിരി എല്ലാവർക്കും അറിയില്ലേ, കോഴിക്കോടാണ് അല്ലെ. നമ്മുടെ കോഴിക്കോടാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം വരുന്നത്. ആതിരപ്പള്ളി ആണെങ്കിലോ, ആതിരപ്പള്ളി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. തൃശ്ശൂരാണ് അല്ലെ. ആതിരപ്പള്ളി, വാഴച്ചാലൊക്കെ എവിടെയാണ് വരുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. തുഷാരഗിരി കോഴിക്കോടാണെങ്കിൽ ആതിരപ്പള്ളിയും വാഴച്ചാലും എവിടെയാണ്? തൃശ്ശൂരാണ്. എന്നാൽ തൂവാനം തൊമ്മൻകുത്തും നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, തൂവാനം വെള്ളച്ചാട്ടം ആണെങ്കിലും അതുപോലെ തന്നെ തൊമ്മൻകുത്ത് ആണെങ്കിലും അതെവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. എന്നാൽ നമ്മുടെ വയനാടുള്ള ഒരു രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട്, സൂചിപ്പാറയും ചെതലയും എവിടെയാ വരുന്നത്? വയനാട് ജില്ലയിലാണ്. ഇനി നമ്മുടെ പാലക്കാടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ധോണി. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ധോണി വെള്ളച്ചാട്ടം പാലക്കാടാണ് കേട്ടോ. അപ്പൊ ധോണി എവിടെയാണ്? പാലക്കാട്. സൂചിപ്പാറ എവിടെയാ വരുന്നത്? സൂചിപ്പാറ നമ്മുടെ വയനാട് അല്ലെ. സൂചിപ്പാറയും ചെതലയും ഒക്കെ എവിടെ വരുന്നത്? വയനാടാ വരുന്നത്. തൂവാനവും തൊമ്മൻകൊത്താണെങ്കിലോ ഒന്ന് ഓർത്തെടുത്തേ. തൂവാനം തൊമ്മൻകൊത്ത് എവിടെയാ പറഞ്ഞത് നമ്മള്? ഇടുക്കിയിലെ. തൂവാനം തൊമ്മൻകുത്ത് ഇടുക്കിയാണ്. ആതിരപ്പള്ളിയും വാഴച്ചാലും പിന്നെ അത് തൃശ്ശൂരാണ് അല്ലെ. ആതിരപ്പള്ളി വാഴച്ചാല് തൃശ്ശൂരാണ്. കോഴിക്കോട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതേതായിരുന്നു? അത് തുഷാരഗിരി തുഷാരഗിരി കോഴിക്കോടാണ്. എന്നാൽ പൂന്തേനരുവി എവിടെയായിരുന്നു? പൂന്തേനരുവി നമ്മളിപ്പോ പഠിച്ചതാണ് പൂന്തേനരുവി. പാലരുവി കൊല്ലാണെങ്കിൽ പൂന്തേനരുവി ആണെങ്കിൽ ഇടുക്കിയിലെ. പൂന്തേനരുവി ഇടുക്കിയാണ്. പെരുന്തേനരുവി ആണെങ്കിൽ അത് പത്തനംതിട്ടയാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ജില്ലയിലോട്ട് പോവാലോ. അടുത്ത ജില്ല പത്തനംതിട്ടയാണ് കേട്ടോ. അപ്പൊ പത്തനംതിട്ടയും കൂടി പഠിച്ചിട്ട് നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ പത്തനംതിട്ട ജില്ല എന്നാണ് രൂപീകരിക്കുന്നത് ചോദിച്ചാല് 1982 നവംബർ 1 കേട്ടോ. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. ഇനി ഇവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളത്തില് ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ഏത്? ഇരവിപേരൂർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂര് ഗ്രാമപഞ്ചായത്ത് എന്താ ചെയ്തത്? കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈഫൈ ലഭ്യമാക്കി. ആ പഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂര് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടല്ലോ. ആ പഞ്ചായത്തിൽ എന്ത് ചെയ്തു? അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് വൈഫൈ സൗകര്യം കൊടുത്തു. അപ്പൊ അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് സൗജന്യ വൈഫൈ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ഏത്? ഇരവിപേരൂർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കാലോ, ഇരവിപേരൂര്. ഇനി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ആണ് ഏതാ? തിരുവല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പത്തനംതിട്ട ജില്ലയിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്?
ഏതാണ്? തിരുവല്ല അല്ലെ? തിരുവല്ലയാണ് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതാണ്? ശബരിമലയാണ് അല്ലെ? അപ്പൊ ശബരിമല എന്ന് പറയുന്നത് ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. ഒന്ന് ഓർത്ത് വെക്കാം. ശബരിമല. ഓക്കെ, ശബരിമല എന്ന് പറയുന്നത് ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഉൾപ്പെടുന്നു? ഏതാണത്? പെരിയാർ വന്യജീവി സങ്കേതമാണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലേക്ക് വെക്കുക. ഒരു പ്രാവശ്യം പരീക്ഷയിൽ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത് നമ്മുടെ ശബരിമല എന്നൊക്കെ പറയുന്നത്. ഇനി ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം അതെവിടെയാണ്? മരാമൺ കൺവെൻഷൻ ആണ് എവിടെ നടക്കുന്നത്? നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിസ്തുമത സമ്മേളനം കൂടിയാണ് ഏത്? മാരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മാരമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ്. ഏതിന്റെ തീരത്താണ്? പമ്പാ തീരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതെവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ആണ് ഏതാ? ഗവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗവി എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ തന്നെ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം എവിടെയാണ്? ഗവിയിലാണ്. ഗവി എവിടെയാണ്? പത്തനംതിട്ടയാണ്. അപ്പൊ ഈ പറഞ്ഞ ഗവിയിലാണ് ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏക മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഇരവി പേരൂരിനെ പറ്റി നമ്മൾ എന്തോ ഒരു കാര്യം പറഞ്ഞു അല്ലെ? എന്തായിരുന്നു അത്? ഒന്ന് ഓർത്തെടുത്തേ. ഇരവി പേരൂര് വൈഫൈ എന്തോ കൊടുത്തുല്ലേ? അതായത് പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈഫൈ ലഭ്യമാക്കിയിട്ടുള്ള ഏക പഞ്ചായത്താണ് ഏത് ഇരവി പേരൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവല്ലയ്ക്ക് എന്താ പ്രത്യേകത? പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ആണ് തിരുവല്ല എന്ന് പറയുന്നത്. ഇനി പെരിയാറല്ല, ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഉൾപ്പെടുന്നതാണ്? പെരിയാർ അല്ലെ? പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഉൾപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ശബരിമല എന്ന് പറയുന്നത്. ഇനി മാരമൺ കൺവെൻഷൻ അതെവിടെയാ വരുന്നത്? നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് അല്ലെ? നമ്മുടെ പമ്പാ നദിക്ക് തീരത്താണ് ഈ ഒരു സമ്മേളനമൊക്കെ നടക്കുന്നത്. എന്താ പ്രത്യേകത? ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം കൂടിയാണ് ഏത്? മാരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഗവിയിൽ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു? ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയം ആണ് ഏതെന്ന് പറയുന്നത്? എവിടെയെന്ന് പറയുന്നത്? ഗവിയിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞ ഈ 3 ജില്ലയുണ്ടല്ലോ, അതില് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ജില്ലയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി എവിടെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം ഏതായിരുന്നു? ഏതോ ഒരു പാറന്റെ മുകളിലാണ് അഡ്വഞ്ചർ നടത്തിയത് അല്ലെ? ഏതായിരുന്നു? ശാസ്താംപാറ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജയില് ഏതായിരുന്നു? ഏറ്റവും വലിയ ജയില് പൂജപ്പുര അല്ലെ? പൂജപ്പുരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയില്. നോക്കിയിട്ട് പറയരുതേ, കണ്ണടച്ചിട്ട് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബ്രെയിനിലോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് നോക്കാം. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതൊക്കെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇനി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് അതേതാ? സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ് അല്ലെ? ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയായിരുന്നു? ശ്രീകാര്യത്താണ് അല്ലെ? ശ്രീകാര്യത്താണ്. ഓക്കെ, ഇനി ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാ വരുന്നത്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല അല്ലെ? തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ഉണ്ട്, മ്യൂസിയം ഉണ്ട്, മാറരുത്. മ്യൂസിയം എവിടെയാണ്? കൊയിലാണ്ടിയാണ് മ്യൂസിയം എന്ന് പറയാം. ഗവേഷണ കേന്ദ്രം നമ്മുടെ കൊല്ലത്ത് അല്ലെ? കൊല്ലത്താണ് ഗവേഷണ കേന്ദ്രം. പാലരുവി വെള്ളച്ചാട്ടാണെങ്കിലോ? പാലരുവി കൊല്ലം. പെരുന്തേനരുവി ആണെങ്കിൽ പെരുതല്, അതായത് പെരിയ വലുത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. എന്നാൽ പൂന്തേനരുവിയാണ് ഇടുക്കിയിൽ വരുന്നത്. ധോണി ആണെങ്കിലോ? ധോണി വെള്ളച്ചാട്ടം പാലക്കാടാണ് അല്ലെ? പാലക്കാടാണ് ധോണി വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ജില്ലയിലോട്ട് പോകാം. അടുത്തത് ആലപ്പുഴയാണ്. ഇനി ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലേക്ക് വരുന്നത്?
ജലോത്സവങ്ങളുടെ നാട് അല്ലെ, ജലോത്സവങ്ങളാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏതാ, നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്നത്. 1957 ഓഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല രൂപീകരിച്ചിട്ടുള്ളത്. അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്, ആലപ്പുഴ. തെറ്റിപ്പോവില്ലല്ലോ, ജലോത്സവമൊക്കെ നടക്കുന്നത് എവിടെയാണ്, ആലപ്പുഴയിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് ഏതാണ്, അത് ആലപ്പുഴയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല അത് ഏതാണ്, അത് ആലപ്പുഴയാണ്. അപ്പൊ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്, അത് ആലപ്പുഴയാണ്. ഓർത്തു വെക്കാലോ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം എവിടെയാ വരുന്നത്, ഹരിപ്പാടാണ് കേട്ടോ. ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം. കയർ വ്യവസായമൊക്കെ കൂടുതലുള്ള സ്ഥലമാണല്ലേ ആലപ്പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്, ഹരിപ്പാട്. ഹരിപ്പാടാണ് എക്കോ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഇനി ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഏത് അമ്പലത്തെയാണ്, ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെയാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഓർത്തു വെക്കാലോ, ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഏതാണ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഹരിപ്പാട് എന്താ പറഞ്ഞത്, എക്കോ കയർ ഗ്രാമമാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്, ഹരിപ്പാട് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ചോദിച്ചാലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല ചോദിച്ചാലും ഏതാണ്, നമ്മുടെ ആലപ്പുഴയാണ് അല്ലെ. കുടിൽ വ്യവസായമാണെങ്കിലും കയർ വ്യവസായമാണെങ്കിലും ഒക്കെ എവിടെയാണ്, ആലപ്പുഴയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല ഏതാണ്, ആലപ്പുഴ. ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്, നമ്മുടെ ആലപ്പുഴയാണ് അല്ലെ. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാ വരുന്നത്, അത് നമ്മുടെ ആലപ്പുഴയാണ്. ഓർത്തു വെക്കാലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അത് എവിടെയാ വരുന്നത്, ചേർത്തലയാണ് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയാണ്. അപ്പൊ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. 1957 ഓഗസ്റ്റ് 17-ന് ആലപ്പുഴ ജില്ല രൂപീകരിക്കുന്നു. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് ഏതാണ്, ആലപ്പുഴയാണ് അല്ലെ. അതുപോലെ തന്നെ ഹരിപ്പാട് എന്തായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമമാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു, അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ഏതാണ്, കുടിൽ വ്യവസായം അതുപോലെ തന്നെ കയർ വ്യവസായം, ഇത് രണ്ടും പറഞ്ഞാൽ ഏത് തന്നെയാണ് വരുന്നത്, നമ്മുടെ ആലപ്പുഴയാണ്. അതുപോലെ തന്നെ കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തെറ്റില്ലേ, ആസ്ഥാനമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പോകും. ഇവിടെ ഓർത്ത് വെക്കണം, ജലഗതാഗതം, കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനമാണ് ഇത് ആലപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അതേതാണ്, ചേർത്തലയാണ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ. അടുത്ത ജില്ലയിലോട്ട് പോവാലോ. അടുത്തത് കോട്ടയാണ്. കോട്ടയം അല്ലെ, കോട്ടയൊക്കെ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കോട്ടയം എന്ന രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1949 ജൂലൈ 1. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കുറെ ജില്ലകൾ 1949 ജൂലൈ 1 വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് മനസ്സിൽ കൊണ്ടുവരണം. 1949 ജൂലൈ 1 കോട്ടയം ജില്ലയും വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, അക്ഷര നഗരം എന്ന് ചോദിക്കും. അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, കോട്ടയം ജില്ലയാണ് അല്ലെ. അപ്പൊ കോട്ടയം ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അക്ഷരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ജില്ലയാണ് അല്ലെ. അപ്പൊ കോട്ടയം ജില്ലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അക്ഷര നഗരം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നതും ഏതാണ്, കോട്ടയാണ്. എന്നാൽ പ്രതിമകളുടെ നഗരമാണെങ്കിലോ, പ്രതിമയാണെങ്കിൽ അത് നമ്മുടെ തിരുവനന്തപുരത്താണ് അല്ലെ. പ്രതിമ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഓർത്ത് വെക്കണം. എന്നാൽ ചുമർ ചിത്ര നഗരമാണെങ്കിൽ അതേതാണ്, അത് കോട്ടയമാണ്. ചുമർ ചിത്രം എന്ന് പറയുന്നത് എവിടെയാണ്, കോട്ടയമാണ്. അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്, അതും നമ്മുടെ കോട്ടയാണ്. അപ്പൊ അക്ഷര നഗരവും ചുമർ ചിത്ര നഗരവും ഒക്കെ എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്, കോട്ടയമാണ്. ഇനി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പട്ടണം ഏതാണ്, നമ്മുടെ കോട്ടയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ, അക്ഷര നഗരം എന്ന് ആ ഒരു കാരണം കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പട്ടണമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കോട്ടയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, അക്ഷര നഗരം. സാക്ഷരത ഓർത്തു വെക്കണം, സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള ആദ്യത്തെ പട്ടണം, അതുകൊണ്ട് അതിനെ അക്ഷര നഗരം എന്ന് നമ്മുടെ കോട്ടയത്തെ വിളിക്കുന്നു.
ഇനി റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാലും അതും കോട്ടയാണ് അല്ലെ. റബ്ബറൊക്കെ നമുക്ക് കോട്ടയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റബ്ബറിനല്ലേ ഓർമ്മ വരുന്നത്. അപ്പൊ റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കോട്ടയത്താണ്. അതുകൊണ്ടാണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം പറയുന്നത് എവിടെയെന്ന് പറയുന്നത് കോട്ടയാന്ന് പറയുന്നത്. അപ്പൊ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാ വരുന്നത്? കോട്ടയത്താണ്. കാരണം എന്താണ്? റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കോട്ടയത്താണ്. അവിടെ തന്നെയാണ് അതിന്റെ ആസ്ഥാനവും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അതുപോലെ തന്നെ ചുമർ ചിത്ര നഗരം ഏതാണ്? അതും കോട്ടയം തന്നെയാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് ഇത് കോട്ടയം എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്? റബ്ബറിലെ റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇത് കോട്ടയം. അതുകൊണ്ടാണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറയുന്നത്? നമ്മുടെ കോട്ടയത്താണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ജില്ലയിലോട്ട് പോവാലോ. അടുത്തത് ഇടുക്കിയാണ്. ഓക്കെ, ഇടുക്കി ജില്ല അല്ലെ. ഇടുക്കി ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡാമുകളുടെ ചിത്രമൊക്കെ മനസ്സിലേക്ക് വരും. അപ്പം ഇടുക്കി ജില്ല എന്നാ രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1982 ജനുവരി 26 അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇടയ്ക്കൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ചു കാണാറില്ല. എന്നാലും പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. 1982 ജനുവരി 26 അന്നാണ് ഇടുക്കി ജില്ല രൂപീകരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പേരുകള്? ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ വരണം? സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതായത് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മലപ്രദേശമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് ഏതാന്ന് പറയുന്നത്? നമ്മുടെ ഇടുക്കിയെ പറയുന്നത്. അതുപോലെ തന്നെ പറയാറുണ്ട് കുടിയേറ്റക്കാരുടെ ജില്ല കൂടിയാണ് ഏത്? ഇടുക്കി എന്ന് പറയുന്നത് അല്ലെ. അവിടെ നല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് കുടിയേറി പോയി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? കുടിയേറ്റക്കാരുടെ ജില്ല എന്നും കൂടി ഏത് ജില്ലയെ അറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഇടുക്കി അറിയപ്പെടുന്നുണ്ട്. ഇനി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഏത്? ഇടുക്കി. ജനസാന്ദ്രത കൂടിയത് എവിടെയായിരുന്നു? നമ്മൾ മുന്നേ പഠിച്ചു അല്ലെ. ഏതായിരുന്നു? തിരുവനന്തപുരം ജില്ലയല്ലേ ജനസാന്ദ്രത കൂടുതല്. ജനസംഖ്യ കൂടുതലാണ് മലപ്പുറം. ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. എന്നാൽ ജനസാന്ദ്രത കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ് അല്ലെ. ഈ ഇടുക്കിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ജില്ല, അത്രയും വലിപ്പമുള്ള ജില്ലയാണെങ്കിലും അതിലുള്ള ആളുകൾ അത്രയും ഉണ്ടോ? ഇല്ലല്ലേ. അതുകൊണ്ടാണ് അവിടെ ജനസാന്ദ്രത കുറവാണെന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഏതാ? ഇടുക്കി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഇടുക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ജില്ലയാണ്. പക്ഷെ ആ ജില്ലയിലുള്ള അത്രയും ജില്ലയ്ക്ക് വേണ്ട അത്രയും ആളുകളൊന്നും ഇവിടെ ഇല്ല, നമ്മുടെ ഇടുക്കിയിലില്ല. എന്നാൽ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലേന്റെ ഉള്ളിൽ അത്രയധികം ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ജനസാന്ദ്രത കൂടിയ ജില്ല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മാറിപ്പോകില്ലല്ലോ. ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കി എന്ന് പറയുന്നത്. ജനസാന്ദ്രത കൂടുതലാണെങ്കിൽ അത് തിരുവനന്തപുരമാണ്. ഇനി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ഉള്ള ജില്ല ഏതാണ്? അതും നമ്മുടെ ഇടുക്കി തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കാടുകളൊക്കെ അല്ലേ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല അല്ലെ. നമ്മളിപ്പോ പറഞ്ഞു ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയും ഏത് തന്നെയാണ്? നമ്മുടെ ഇടുക്കിയാണ്. ഇനി കേരളത്തിലെ ജലവൈദ്യുത ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ജലവൈദ്യുത ഉൽപാദനം അല്ലെ. ഇടുക്കി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡാമുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലവൈദ്യുത ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ലയും ഏത് തന്നെയാണ്? നമ്മുടെ ഇടുക്കിയാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് അത് എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലെ ഇടമലക്കുടിയാണ് കേട്ടോ. ഇടമലക്കുടിയാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇടമലക്കുടി. ഇടമലക്കുടി എവിടെയാണ്? ഇടുക്കിയാണ്. അപ്പൊ ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പഴക്കുട എന്നറിയപ്പെടുന്ന പ്രദേശം അത് എവിടെയാണ്? കാന്തല്ലൂർ ആണ് കേട്ടോ. കേരളത്തിലെ പഴക്കുട എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത് കാന്തല്ലൂർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ പഴക്കുട എവിടെയാണ്? കാന്തല്ലൂര്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ പറയുന്നത് ഏതാണ്? നമ്മുടെ ആനമുടിയാണ് അല്ലെ. 2695 മീറ്റർ ഉയരത്തിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ആനമുടി കിടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇപ്പൊ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഇടുക്കിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ചിന്നാർ ആണ് അല്ലെ. ചിന്നാർ എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലാണ്. ഇതും ചോദിക്കാറുണ്ട്. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാർ. മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാർ.
ഓക്കെ അല്ലേ? അപ്പൊ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് തരാം, ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ ഡാം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുപോലെ തന്നെ നല്ല വനങ്ങളുള്ള സ്ഥലമാണ് ഓർമ്മയിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അവിടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞേ. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ, കേരളത്തിലെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി. അവിടേക്ക് ധാരാളം കുടിയേറ്റക്കാരൊക്കെ വരുന്നുണ്ടല്ലേ ഇത് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നു. അതും ഏതാണ്? ഇടുക്കിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് അല്ലെ. അത്രയും വലിയ ജില്ലയായിട്ട് അതിൽ ഉള്ള ആളുകളില്ല, അതുകൊണ്ടാണ് അവിടെ ജനസാന്ദ്രത കുറവാന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഏതാ? ഇടുക്കി എന്ന് പറയുന്നത്. ഇനി വനപ്രദേശം കൂടുതലാണെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും ഒക്കെ ഉള്ള ജില്ല ഏത് തന്നെയാണ്? നമ്മുടെ ഇടുക്കിയാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഡാം ഒക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ജലവൈദ്യുത ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കൂടിയാണ് ഏതാ? ഇടുക്കി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇടമലക്കുടിയെ പറ്റി എന്തോ പറഞ്ഞു അല്ലെ. എന്താ പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്താണ് ഏതാ? ഇടമലക്കുടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ ആനമുടി അല്ലെ. ആനമുടി എന്തായിരുന്നു? ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി അല്ലെ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ പറയുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ ആനമുടിയാണ്. 2695 മീറ്റർ, അത്രയാണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചിന്നാർ എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നതാണ് ഏത്? ചിന്നാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത ജില്ലയിലോട്ട് പോവല്ലോ. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല 1958 ഏപ്രിൽ 1-നാണ് രൂപീകരിക്കുന്നത്. 1958 ഏപ്രിൽ 1. ഓക്കെ, അപ്പൊ ഏപ്രിൽ 1-നാണ് എന്ത് രൂപീകരിക്കുന്നത്? എറണാകുളം ജില്ല രൂപീകരിക്കുന്നത്. എറണാകുളം ജില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? കുറെ വ്യവസായങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ എറണാകുളം ജില്ലയാണ്. കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ശിശു സൗഹൃദ ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? അത് എറണാകുളമാണ്. ഇനി ഇന്ത്യയിൽ തന്നെ 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്താണ് ഏത്? നമ്മുടെ എറണാകുളത്തെ പോത്താനിക്കാട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് അതേതാണ്? പോത്താനിക്കാടാണ് അല്ലെ. അവിടെ പോത്ത് പോലത്തെ ആളുകളൊന്നല്ല, നല്ല സാക്ഷരത നേടിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ 100% സാക്ഷരത നേടിയിട്ടുള്ള ആദ്യത്തെ പഞ്ചായത്താണ് ഏതാ? പോത്താനിക്കാട്. മനസ്സിലുണ്ടല്ലോ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത്. ശിശു സൗഹൃദമാണെങ്കിൽ ഏതാ നമ്മൾ പറഞ്ഞത്? എറണാകുളം ജില്ലയാണ്. പക്ഷെ ബാലസൗഹൃദ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? നെടുമ്പാശ്ശേരി. ഓക്കെ, അതായത് പഞ്ചായത്താണ് ചോദിക്കുന്നത്. ബാലസൗഹൃദ പഞ്ചായത്താണെങ്കിൽ അതേതാണ്? നെടുമ്പാശ്ശേരി. ശിശു സൗഹൃദ ജില്ല എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം തന്നെയാണ്. അതിന് കറക്റ്റ് പ്ലേസ് ആണ് പറയുമ്പോൾ നെടുമ്പാശ്ശേരിയാണ് പറയാ. അതായത് ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നെടുമ്പാശ്ശേരിയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്? എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? എറണാകുളം ജില്ലയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 100% സാക്ഷരത നേടിയിട്ടുള്ള ആദ്യത്തെ പഞ്ചായത്ത് അതേതാണ്? അത് പോത്താനിക്കാടാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്താണെങ്കിൽ അത് നെടുമ്പാശ്ശേരിയാണ് വരുന്നത്. ഇനി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ് വരുന്നത് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയില്ലേ, എറണാകുളത്തെ അല്ലേ. അതായത് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൊച്ചിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഗന്ധ ഭവന്റെ ആസ്ഥാനമാണെങ്കിൽ അത് കൊച്ചിയാണ്. സുഗന്ധവ്യഞ്ജന കലവറ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇടുക്കിയാണെങ്കിലും അതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? നമ്മുടെ കൊച്ചിയിലാണ്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് അങ്കമാലിയാണ് കേട്ടോ. അങ്കമാലിയാണ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ വരുന്നത്? അങ്കമാലിയിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ, മാറിപ്പോകരുത്. സുഗന്ധ ഭവന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ വരുന്നത്? അങ്കമാലിയിലാണ് വരുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് അത് എവിടെയാണ്? നമ്മുടെ കൊച്ചിയിലാണ് അല്ലെ. കേരളത്തിൽ തന്നെ ആദ്യത്തെ മെട്രോ റെയിൽ എവിടെയാ കൊണ്ടുവരുന്നത്? നമ്മുടെ കൊച്ചിയിലാണ് അല്ലെ. അപ്പൊ കൊച്ചിയിലാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ മെട്രോ റെയിൽ കൊണ്ടുവരുന്നത്. ഇനി കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് ഏതായിരുന്നു? ആ മനുഷ്യനിർമ്മിത ദ്വീപ് എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് അല്ലെ. വെല്ലിംഗ്ടൺ ഐലൻഡ് എവിടെയാ വരുന്നത്? നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടല്ലേ, മനുഷ്യനിർമ്മിതയിൽ വന്നിട്ടുള്ള ഒരു ദ്വീപാണ് ഏതെന്ന് പറയുന്നത്? വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മനുഷ്യൻ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ദ്വീപാണ് ഏത്? വെല്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ ആണല്ലോ. ഇനി
ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണത്? കുമ്പളങ്ങിയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ചോദിച്ചത് അതേതാണ്? കുമ്പളങ്ങിയാണ്. പല പ്രാവശ്യമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം, മാതൃകാ മത്സ്യബന്ധനം കുമ്പളങ്ങി. ഓക്കെ, മത്സ്യബന്ധനം കുമ്പളങ്ങി കണക്ട് ചെയ്ത് വെച്ച് ഓർക്കണേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ, എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനമാണ്. കേരളത്തിന്റെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ്. അവിടെ തന്നെ 100% സാക്ഷരത നേടിയിട്ടുള്ള ആദ്യത്തെ പഞ്ചായത്ത് ചോദിച്ചാൽ അത് എവിടെയാണ്? പോത്താനിക്കാട്. പോത്താനിക്കാടാണ് ഇന്ത്യയിൽ തന്നെ 100% സാക്ഷരത നേടിയിട്ടുള്ള ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനവും സുഗന്ധ ഭവന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഒക്കെ ഇത് തന്നെയാണ്, നമ്മുടെ കൊച്ചിയാണ്. എന്നാൽ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനമാണെങ്കിലോ അത് അങ്കമാലിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് കൊച്ചിയിലാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ഇനി അവിടെ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിത ദ്വീപ് ഉണ്ട് അല്ലെ, ഏതാണത്? വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് അല്ലെ. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപാണ് ഏത്? വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കുമ്പളങ്ങിയാണ്. ഓർത്തു വെക്കാലോ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്ത ജില്ലയിലോട്ട് പോകാം. അടുത്തത് തൃശ്ശൂരാണ്. ഓക്കെ, അപ്പൊ തൃശ്ശൂർ ജില്ല അല്ലെ എന്നാ രൂപീകരിക്കുന്നത്? 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തൃശ്ശൂർ ജില്ല രൂപീകരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകത? തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ വരണം? ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. എന്തൊക്കെ വരുന്നുണ്ട് അവിടെ? എന്തൊക്കെ വരുന്നുണ്ട്? കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഒക്കെ വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കിലയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? അത് മുളങ്കുന്നത്തുകാവാണ് കേട്ടോ. അപ്പൊ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? മുളങ്കുന്നത്തുകാവാണ്. ഇനി കേരള പോലീസ് അക്കാദമി എവിടെയാണ്? രാമവർമ്മപുരാണ്. കേരള പോലീസിന്റെ ട്രെയിനിങ് കോളേജ് ആണെങ്കിൽ അത് എവിടെയാണ്? തൈക്കാട് അല്ലെ. ട്രെയിനിങ് എവിടെയാ കൊടുത്തൊരു കാട്ടിലല്ലേ, അങ്ങനെ ഓർത്തു വെക്കണം, മാറിപ്പോകരുത്. ഇത് കേരള പോലീസ് അക്കാദമിയാണ് എവിടെയെന്ന് പറയുന്നത്? രാമവർമ്മപുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരള പോലീസ് അക്കാദമി എവിടെയാ വരുന്നത്? രാമവർമ്മപുരാണ്. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? മണ്ണൂത്തിയാണ് കേട്ടോ. മണ്ണൂത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ആണ് ഏത്? തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തില് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ കോർപ്പറേഷൻ ആണെന്ന് ഓർത്തു വെക്കാലോ. ഇത്രയും കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വെക്കണം. ഒന്നും കൂടി പറയാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ് അല്ലെ. കിലയുടെ ആസ്ഥാനം, കില എന്ന് പറഞ്ഞാല് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? മുളങ്കുന്നത്ത് കാവാണ് അല്ലെ. എവിടെയാണ്? മുളങ്കുന്നത്ത് കാവ്. അതുപോലെ കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരമാണ്. രാമവർമ്മപുരം പഠിക്കുക, ഇപ്പൊ തന്നെ പഠിക്കുക. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? രാമവർമ്മപുരം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ആണ് ഏത്? തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ജില്ലയിലോട്ട് പോകാം. അടുത്ത ജില്ലയും കൂടി പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാട് എന്നാ രൂപീകരിക്കുന്നത്? 1957 ജനുവരി 1-നാണ് കേട്ടോ. 1957 ജനുവരി 1-നാണ് പാലക്കാട് ജില്ല രൂപീകരിക്കുന്നത് അല്ലെ. പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ധാരാളം നമുക്ക് കൃഷിയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരും അല്ലെ. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ, നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ പാലക്കാട് ജില്ലയാണ്. കേരളത്തിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാട് ജില്ലയാണ് അല്ലെ. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? നമ്മുടെ പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയും ഏത് തന്നെയാണ്? അതും നമ്മുടെ പാലക്കാടാണ് അല്ലെ. പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടുന്ന സ്ഥലം, ചൂട് കൂടിയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും പാലക്കാട് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ, ജലവൈദ്യുത പദ്ധതി ആണെങ്കിൽ അത് ഇടുക്കിയാണ്. ഇത് ജലസേചനമാണ്. ജലസേചന പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? പാലക്കാടാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാണ്? അല്ലെ, അവിടെ അല്ലേ ചൂട് കൂടുതൽ, അപ്പൊ അവിടെ ജലസേചനം ആവശ്യമാണ്. അപ്പൊ ജലസേചനം ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം അത് ചോദിച്ചാൽ നമ്മുടെ പാലക്കാടുള്ള ചിറ്റൂരാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തില് പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശമാണ് ഏതാ? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. ഇതും പരീക്ഷയിൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സീതാർകുണ്ട്. അപ്പൊ സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പാലക്കാടുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെക്കുക. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? കേരളത്തിന്റെ ധാന്യപുര. കേരളത്തിന്റെ ധാന്യപുര അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ നെല്ലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ്? നമ്മുടെ പാലക്കാടാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളതും എവിടെ തന്നെയാണ്? നമ്മുടെ പാലക്കാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ചോദിച്ചാലും അതും പാലക്കാട് തന്നെയാണ്. പിന്നെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? പാലക്കാടുള്ള പ്രദേശം ഏതായിരുന്നു? ചിറ്റൂർ അല്ലെ? ചിറ്റൂരാണ് കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം എന്ന് പറയുന്നത്. സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം ആണെങ്കിലോ അതെവിടെയാ? അത് പാലക്കാടാണ് അല്ലെ? പാലക്കാടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് മനസ്സിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കട്ടോ. തുഷാരഗിരി വെള്ളച്ചാട്ടം നോക്കി പറയരുതേ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തുഷാരഗിരി വെള്ളച്ചാട്ടം ഓർത്തെടുത്തേ. എവിടെയായിരുന്നു തുഷാരഗിരി? കോഴിക്കോട് അല്ലെ? കോഴിക്കോടാണ് തുഷാരഗിരി. ഇനി തൂവാനം വെള്ളച്ചാട്ടം ആണെങ്കിലോ? തൂവാനം വെള്ളച്ചാട്ടം എവിടെയായിരുന്നു? ഇടുക്കിയിലെ തൂവാനം തൊമ്മൻകുത്ത് ഒക്കെ എവിടെയാണ്? ഇടുക്കിയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതായിരുന്നു? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയായിരുന്നു? ഓർത്തെടുത്തേ. കിഴക്കിന്റെ വെനീസ്, ജലോത്സവങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആലപ്പുഴ അല്ലെ? ആലപ്പുഴയാണ്. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? ജലഗതാഗതം ആലപ്പുഴയല്ലേ? ആലപ്പുഴ തന്നെയാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനമാണെങ്കിലോ? റബ്ബർ ബോർഡ് എവിടെയായിരുന്നു? റബ്ബർ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ? കോട്ടയത്താണ് അല്ലെ? അതുകൊണ്ട് തന്നെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയാണ്. എന്നാൽ സുഗന്ധ ഭവൻ വരുന്നത് എവിടെയാണ്? സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടുതൽ ഇടുക്കിയാണെന്ന് കരുതിയിട്ട് അവിടെ കൊണ്ട് എഴുതി വെക്കരുത്. സുഗന്ധ ഭവൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതായിരുന്നു അത്? ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി അല്ലെ? കുമ്പളങ്ങിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്ന് പറയുന്നത്. കേരള പോലീസ് അക്കാദമി ആണെങ്കിലോ? പോലീസ് അക്കാദമിയാണ്. പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? തൈക്കാട്. പോലീസ് അക്കാദമി രാമവർമ്മപുരം ആണ്. ഇനി കിലയുടെ ആസ്ഥാനം? കില എന്ന് പറഞ്ഞാൽ എന്താ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? കിലയുടെ ആസ്ഥാനം എവിടെയാ? മുളങ്കുന്നത്ത് കാവാണ് അല്ലെ? മുളങ്കുന്നത്ത് കാവാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതായിരുന്നു അത്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ അല്ലെ? ചിറ്റൂരാണ് പരുത്തി കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ജില്ലയിലോട്ട് പോകല്ലോ. ഇനി നമുക്ക് കുറച്ച് ജില്ലയും കൂടി പഠിച്ചാൽ മതി. ഇനി നമുക്ക് മലപ്പുറമാണ് നോക്കാനുള്ളത്. മലപ്പുറം ജില്ല എന്നാ രൂപീകരിച്ചത്? 1969 ജൂൺ 16. ഇതൊക്കെ മുന്നേ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. കേരളത്തിന്റെ മെക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം ഉണ്ടല്ലോ, അതേതാണത്? പൊന്നാനിയാണ് അല്ലെ? നമ്മുടെ മലപ്പുറത്തെ പൊന്നാനിയാണ് കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊന്നാനിയാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ജില്ല ചോദിച്ചാലും അതും എവിടെ തന്നെയാണ്? നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ് അല്ലെ? ഓർത്തു വെക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. ഇനി കുടുംബശ്രീ ഉണ്ടല്ലോ. ഈ കുടുംബശ്രീ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് അല്ലെ? എന്നാൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 അല്ലെ? മെയ് 17 അപ്പൊ കുടുംബശ്രീ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് നമ്മുടെ മലപ്പുറത്താണ്. ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ചമ്രവട്ടത്താണ് കേട്ടോ. നമ്മുടെ മലപ്പുറത്തെ ചമ്രവട്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് എവിടെയാണ് വരുന്നത്? ചമ്രവട്ടാണ്. ഓർത്തു വെക്കാലോ. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന പഞ്ചായത്ത് ചോദിച്ചാൽ അത് നിലമ്പൂരാണ് കേട്ടോ. കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്ത്രീധന നിരോധന പഞ്ചായത്തായിട്ട് പറയുന്നത് ഏതാണ്? നിലമ്പൂരിനാണെന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് നമ്മുടെ നിലമ്പൂർ തന്നെയാണ് അല്ലെ? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയം എവിടെയാണ് വരുന്നത്? അത് നിലമ്പൂരാണ്.
ഇത്രയും കാര്യം ഒന്ന് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടൊന്ന് മനസ്സിലുണ്ടാവണം. കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ളതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും മലപ്പുറമാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ചമ്രവട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് ഏതാണത്? ചമ്രവട്ടം. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന പഞ്ചായത്ത്, സ്ത്രീധന നിരോധനം നിലമ്പൂര് ഓർത്തു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന നിരോധന പഞ്ചായത്താണ് ഏതെന്ന് പറയുന്നത്? നിലമ്പൂര്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് നിലമ്പൂർ തന്നെയാണ്. ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ജില്ലയാണ് കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് എന്നാണ് രൂപീകരിക്കുന്നത്? കോഴിക്കോട് ജില്ല 1957 ജനുവരി 1-നാണ് അല്ലെ. 1957 ജനുവരി 1-നാണ് കോഴിക്കോട് ജില്ല രൂപീകരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ജില്ല തെക്കുന്ന് കയറി ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? വടക്കോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി ഒരു 2-3 ജില്ലയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജില്ലകൾ കഴിയും. ഓക്കെ, അപ്പൊ നല്ല ക്ഷമയോട് കൂടിയിട്ട് ഊർജ്ജത്തോട് കൂടിയിട്ട് തന്നെ ഇരിക്കുക, പഠിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്നാണ് കോഴിക്കോട് ജില്ല രൂപീകരിച്ചത്? 1957 ജനുവരി 1 അല്ലെ. ജനുവരി 1. എന്താണ് കോഴിക്കോട് ജില്ലയെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. എന്താണത്? സത്യത്തിന്റെ തുറമുഖം. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏതാ? കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാലും അതും കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല അതെവിടെയാണ്? കോഴിക്കോടാണ്. മഴ ലഭിക്കുന്ന പ്രദേശം ഏതെങ്കിൽ ഏതാണ്? അത് നേര്യമംഗലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നേര്യമംഗലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കോഴിക്കോട് ജില്ലയാണ്. ഇനി കേരളത്തിൽ തന്നെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമാണ് ഏത്? കോഴിക്കോട് എന്ന് പറയുന്നത്. PYQ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരം, സാക്ഷരതയാണ് കേട്ടോ. എന്ത് സാക്ഷരതയാണ്? സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കോഴിക്കോട് ജില്ലയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോഴിക്കോട് ജില്ലയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ കാർഡ് സമ്പ്രദായം കൊണ്ടുവന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ കോഴിക്കോടുള്ള കുന്നമംഗലത്താണ്. ഓക്കെ, വാട്ടർ കാർഡ് ആണ് കേട്ടോ. വാട്ടർ കാർ അല്ല, വാട്ടർ കാർഡ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ കാർഡ് സമ്പ്രദായം ആരംഭിച്ചത് എവിടെയാണ്? കുന്നമംഗലത്താണ് അല്ലെ. നമ്മൾ സോയിൽ മ്യൂസിയം എവിടെയാണ് പറഞ്ഞത്? സോയിൽ മ്യൂസിയം എവിടെയാ പറഞ്ഞത്? അതെവിടെയായിരുന്നു? പാറാട്ടുകോണാണ് അല്ലെ. പാറാട്ടുകോണാണ് സോയിൽ മ്യൂസിയം. എന്നാൽ വാട്ടർ കാർഡ് സമ്പ്രദായം കൊണ്ടുവന്നത് എവിടെയാണ്? കുന്നമംഗലത്താണ് കേട്ടോ. കുന്നമംഗലത്താണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സത്യത്തിന്റെ തുറമുഖം ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല, കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം. അവിടെ ആരും വിശന്നിരിക്കുന്നില്ല അല്ലെ. ഇവിടെ ഒരുപാട് ഹോട്ടൽ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല, സാക്ഷരതാ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ കാർഡ് സമ്പ്രദായം കൊണ്ടുവന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ കോഴിക്കോടുള്ള കുന്നമംഗലത്താണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വയനാട്ടിലോട്ട് പോകാം. വയനാട് അല്ലെ. 1980 നവംബർ 1 തന്നെയാണ് ഏതും വരുന്നത്? നമ്മുടെ വയനാട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി, ഇഞ്ചി അതൊക്കെ ഉത്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഏത്? നമ്മുടെ വയനാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ചോദിച്ചാലും ഇഞ്ചി ചോദിച്ചാലും ഒക്കെ എവിടെയാണ് വരുന്നത്? നമ്മുടെ വയനാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? പനമരമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം ഏതാണ്? പുകരഹിത ഗ്രാമം പനമരം. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം ഏതാണ്? പനമരമാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രാലിറ്റി പ്രൊജക്ട് ആരംഭിച്ച ജില്ലയും ഏത് തന്നെയാണ്? നമ്മുടെ വയനാട് തന്നെയാണ്. ഓർത്തു വെക്കണം, മാറിപ്പോകരുത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രാലിറ്റി പ്രൊജക്ട് ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ വയനാട് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ പനമരത്താണെന്ന് പറയുന്നത് അല്ലെ. പനമരം എവിടെയാണ്? നമ്മുടെ വയനാടാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് പനമരമാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രാലിറ്റി പ്രൊജക്ട് ആരംഭിച്ചതും എവിടെ തന്നെയാണ്? വയനാടാണ്. ഇനി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് തിരുനെല്ലി ക്ഷേത്രമാണ് അല്ലെ. തിരുനെല്ലിയൊക്കെ എവിടെയാണ്? വയനാടാണ് അല്ലെ. എന്താ പ്രത്യേകത? ദക്ഷിണ കാശി. ഓക്കെ, അപ്പൊ ദക്ഷിണ കാശി, ദക്ഷിണ ഗുരുവായൂർ ആണെങ്കിൽ ഏതായിരുന്നു? അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് അല്ലെ. എന്നാൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുനെല്ലി ക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത്. ഇനി കേരളത്തിൽ തന്നെ ഹൃദയാകൃതിയിലുള്ള തടാകം അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മേപ്പാടിയാണ്. കേരളത്തില് ഹൃദയാകൃതിയിലുള്ള തടാകം അത് എവിടെയാ വരുന്നത്?
മേപ്പാടിയിലാണ്. ഓർത്തു വെക്കാലോ. എന്നാല് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിൽ ഒരു തടാകം വരുന്നുണ്ട്, അതാണ് പൂക്കോട് തടാകം. രണ്ടും മാറരുത്. ഹൃദയത്തിന്റെ ആകൃതി ഉള്ളത് എവിടെയാണ്? ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടിയിലെ, നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടൊക്കെ പാടാറുണ്ട് അല്ലെ. അപ്പൊ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണെങ്കിൽ അത് മേപ്പാടി. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതി ആണെങ്കിലോ അത് പൂക്കോട്ട് തടാകമാണ് അല്ലെ. നമ്മുടെ വയനാടുള്ള പൂക്കോട്ട് തടാകം, അതിന്റെ ആകൃതി എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഉണ്ടല്ലോ, ഇന്ത്യയുടെ മാപ്പ്, ആ ഒരു ഷേപ്പാണ് നമ്മുടെ പൂക്കോട്ട് തടാകത്തിനുള്ളത്. എന്നാൽ ഹൃദയത്തിന്റെ ഷേപ്പിലുള്ളത് ആർക്കാണ്? ഹൃദയത്തിൻ്റെത് അല്ലെ, ഹൃദയത്തിന്റെ പാട്ട് പാടിയില്ലേ, മേപ്പാടി. മേപ്പാടിയാണ് ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള തടാകം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാലോ വയനാടുമായി ബന്ധപ്പെട്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി നമുക്കറിയാം. അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാ? പനമരമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രാലിറ്റി പ്രൊജക്ട് ആരംഭിച്ച ജില്ല ചോദിച്ചാലും അതും എവിടെ തന്നെയാണ്? നമ്മുടെ വയനാട് തന്നെയാണ്. ഇനി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നതാണ് ഏത്? തിരുനെല്ലി ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. ഹൃദയാകൃതിയിലുള്ള തടാകമാണെങ്കിൽ മേപ്പാടി. എന്നാൽ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി ആണെങ്കിൽ ഏതാണ്? ഈ ഭൂപടത്തിന്റെ ആകൃതി ഉള്ളത് ഏതായിരുന്നു? പൂക്കോട് അല്ലെ, പൂക്കോട് തടാകമാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട്, കണ്ണൂരും കാസർഗോഡും അല്ലെ. നമുക്ക് കണ്ണൂരും കൂടി നോക്കാം. കണ്ണൂർ എന്നാണ് രൂപീകരിക്കുന്നത്? 1957 ജനുവരി 1. 1957 ജനുവരി 1 കണ്ണൂർ ജില്ല രൂപീകരിക്കുന്നത്. കണ്ണൂരിനെ വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട് അല്ലെ. എന്താണ്? തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് എന്ന് വിളിക്കാറുണ്ട്. തെയ്യങ്ങളുടെ നാട് എപ്പോഴും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. തെയ്യങ്ങളുടെ നാട്, തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കണ്ണൂർ ജില്ലയാണ് അല്ലെ. അപ്പൊ കണ്ണൂർ ജില്ലേന്റെ പ്രത്യേകത ആണല്ലേ എന്താ? തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ തിറകളുടെ നാട് എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ കണ്ണൂരാണ് കേട്ടോ. കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് അല്ലെ. അതുപോലെ തന്നെ കൈത്തറി വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കടൽ തീരം ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ്. അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളതും എവിടെ തന്നെയാണ്? നമ്മുടെ കണ്ണൂരാണ് അല്ലെ. കടൽ തീരം കൂടുതലാണ്, കണ്ടൽക്കാടുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉത്പാദിപ്പിക്കുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ കണ്ണൂരാണ് അല്ലെ. ഒക്കെ വെച്ചിട്ട് കടൽ തീരം കൂടുതൽ, കണ്ടൽക്കാട് കൂടുതൽ, കശുവണ്ടി കൂടുതൽ ഒക്കെ കൂടുതലുള്ളത് എവിടെയാണ്? ഈ വെച്ചിട്ടുള്ള കണ്ണൂർ തന്നെയാണ് അല്ലെ. ഓർത്തു വെക്കാലോ. ഇനി കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം എങ്ങട്ടാ പോണു? ഓക്കെ, അപ്പൊ കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചാൽ അതേതാണ്? അത് കണ്ണൂരാണ് അല്ലെ. സ്ത്രീ പുരുഷാനുപാതം കുറവാണെങ്കിൽ അത് ഇടുക്കിയാണ്. എന്നാൽ സ്ത്രീ പുരുഷാനുപാതം കൂടുതലാണെങ്കിൽ അതെവിടെയാണ്? അത് കണ്ണൂരാണ്. ഇനി കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് അതേതാണ്? നമ്മുടെ മുഴുപ്പിലങ്ങാടാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. കടൽ തീരം കൂടുതലുള്ളതാണ് എവിടെ? കണ്ണൂർ. അതുകൊണ്ട് തന്നെ മുഴുപ്പിലങ്ങാടാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഏഴിമലയിലാണ് കേട്ടോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഴിമലയിലാണ്. ഓർത്തു വെക്കാലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കണ്ണൂർ എന്ന് പറയുമ്പോൾ തെയ്യങ്ങളെ ഓർക്കുക. തെയ്യങ്ങളുടെ നാട്, തിറകളുടെ നാട് എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു. കൈത്തറി വ്യവസായങ്ങളുടെ നാട്. പിന്നെ എന്തൊക്കെയാണ് കൂടുതലുള്ളത്? കടൽ തീരം കൂടുതല്, കണ്ടൽക്കാടുകൾ കൂടുതല്, പിന്നെന്താ? കശുവണ്ടി കൂടുതല്. അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളത് എവിടെ തന്നെയാണ്? നമ്മുടെ കണ്ണൂരാണ്. പിന്നെ അവിടെ കേരളത്തിലുള്ള ഏക ഡ്രൈവിംഗ് ബീച്ച് ആണ് ഏതെന്ന് പറയുന്നത്? മുഴുപ്പിലങ്ങാട്. പിന്നെ ഏഴിമല എന്ന് പറഞ്ഞാൽ എന്താ? ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഏഴിമലയിലാണ്. എന്നാൽ കേരളത്തിലെ കോസ്റ്റ് ഗാർഡ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഴീക്കലാണ്. വെരി ഇമ്പോർട്ടന്റ്, PYQ ഒരുപാട് ചോദിച്ചതാണ്. കേരളത്തിലെ കോസ്റ്റ് ഗാർഡ് അക്കാദമി എവിടെയാണ് വരുന്നത്? അഴീക്കലാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ കണ്ണൂരിനെ പറയുന്നതാണ് 3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നു. അതേതാണ്? അത് കണ്ണൂരാണ് അല്ലെ. 3 സി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സി, ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. അതുപോലെ 3 എല്ലുകളുടെ നാടാണെങ്കിൽ അത് കോട്ടയാണ് കേട്ടോ. 3 എല്ലുകളുടെ നാട് കോട്ടയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇതെന്താണ്? 3 സീകളുടെ നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത് അല്ലെ. സി നമുക്ക് കണ്ണൂരായിട്ട് കണക്ട് ചെയ്യാം. സീനെ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ 3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണൂരാണ് അല്ലെ. എല്ലാണെങ്കിൽ അത് ഏതാണ്? കോട്ടയാണ് അല്ലെ. ലെറ്റർ അക്ഷരങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് ഏതാണ്? കോട്ടയത്തിലല്ലേ. അപ്പൊ അങ്ങനെ ആലോചിക്കാം. 3 സീകളുടെ നാടാണെങ്കിൽ 3 സീകളുടെ നഗരമാണെങ്കിൽ അതേതാണ്? അത് കണ്ണൂര്. കണ്ണൂർ എന്ന് പറയുമ്പോൾ കറക്റ്റ് തലശ്ശേരിയാണ് നമ്മൾ പറയാം. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് ആണ് ആ 3 സി എന്ന് പറയുന്നത്. അപ്പൊ ക്രിക്കറ്റിന് പ്രസിദ്ധമാണ്, കേക്കിന് പ്രസിദ്ധമാണ്, സർക്കസിന് പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് 3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കണ്ണൂരുള്ള തലശ്ശേരിയാണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം.
എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? തെയ്യങ്ങളുടെ നാട്, തിറകളുടെ നാട്, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ, അതുപോലെ എന്താ കൈത്തറി വ്യവസായങ്ങളുടെ നാട്, പിന്നെ കശുവണ്ടി ഏറ്റവും കൂടുതൽ, കടൽ തീരം ഏറ്റവും കൂടുതൽ, വേറെന്തോന്നുണ്ടല്ലോ, കണ്ടൽക്കാട് അല്ലെ, കണ്ടൽക്കാടും ഏറ്റവും കൂടുതൽ ഒക്കെ എവിടെയാണ്? കണ്ണൂരാണ് വരുന്നത്. അതുപോലെ കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലും കണ്ണൂരാണ്. കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ മുഴുപ്പിലങ്ങാടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ഏഴിമലയിലാണ്. എന്നാൽ കേരളത്തിലെ കോസ്റ്റ് ഗാർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് അഴീക്കലാണ് അല്ലെ, അഴീക്കലാണ്. അതുപോലെ 3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് അല്ലെ, 3 സീകളുടെ നഗരം തലശ്ശേരിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ജില്ലയിലോട്ട് പോകാം. ലാസ്റ്റ് ജില്ല ഏതാണ്? കാസർഗോഡ് ആണ് അല്ലെ. കാസർഗോഡ് 1984 മെയ് 24, 1984 മെയ് 24 ഏത് ജില്ല രൂപീകരിക്കുന്നത്? കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത്. ഇനി എന്തൊക്കെ പേരുണ്ട് നമ്മുടെ കാസർഗോഡിന്? ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, ഏറ്റവും കൂടുതൽ നദി ഒഴുകുന്ന ജില്ലയാണ് ഇത് കാസർഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നദികളുടെ നാട് എന്ന് വിളിക്കുന്നത്. പിന്നെ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ് അല്ലെ. അത് വളരെ സിമ്പിൾ ആണ് അല്ലെ. കാസർഗോഡ്, ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പേരുണ്ട് അല്ലെ. അപ്പൊ ഗോഡ് ദൈവം, അങ്ങനെ ഓർത്ത് വെക്കാലോ. അപ്പൊ കാസർഗോഡ്, ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവം, അപ്പൊ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ്. അതുപോലെ നദികൾ, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അതുകൊണ്ടാണ് നദികളുടെ നാട് എന്നറിയപ്പെടുന്നതും കാസർഗോഡാന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ യക്ഷഗാനം എന്ന് പറയുന്ന ഒരു കലാരൂപം ഉണ്ടല്ലോ. ആ യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം കേരളത്തിലെ നിലവിലുള്ള ഏക ജില്ലയാണ് ഇത് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം നിലവിലുള്ള കേരളത്തിലെ ഏക ജില്ല അതെവിടെയാണ്? കാസർഗോഡ്. അപ്പൊ യക്ഷഗാനം എവിടെയാണ്? കാസർഗോഡാണ്. അതുപോലെ തന്നെ എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച കേരളത്തിലെ ജില്ലയാണ് ഏതാണ്? കാസർഗോഡ് അല്ലെ. അപ്പൊ കാസർഗോഡ് ജില്ലയിലാണ് ഈ പറഞ്ഞ എൻഡോസൾഫാൻ എന്ന് പറയുന്ന കീടനാശിനി ആ ഒരു ദുരന്തം ബാധിച്ചിട്ടുള്ള ജില്ല എന്ന് പറയുന്നത്. അപ്പൊ എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. ഇനി തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന ഏക ജില്ലയാണ് ഇത് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് അല്ലെ. കാസർഗോഡ് തന്നെ ഒരുപാട് ലാംഗ്വേജുകൾ സംസാരിക്കാറുണ്ട്. അതിലൊന്നാണ് തുളു ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന ഏക ജില്ലയാണ് ഇത് കാസർഗോഡ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച ജില്ലയാണ് ഏതാണ്? അല്ലെ, നമ്മുടെ കാസർഗോഡ് തന്നെയാണ് അല്ലെ. ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച ജില്ലയാണ് നമ്മുടെ കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ്. അതുപോലെ കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിന്റെ ആസ്ഥാനമാണെങ്കിൽ അതേതാണ്? അത് നമ്മുടെ കാസർഗോഡാണ് അല്ലെ. അതായത് കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? നമ്മുടെ കാസർഗോഡാണ്. ഇനി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അത് റാണിപുരമാണ് കേട്ടോ. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. അതുപോലെ തന്നെ ബേക്കൽ കോട്ട എവിടെയാണ് വരുന്നത്? നമ്മുടെ കാസർഗോഡാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക കായൽ ക്ഷേത്രമാണ് ഇത് അനന്തപുരം കായൽ ക്ഷേത്രം. അതെവിടെയാണ്? കാസർഗോഡാണ്. ഓർത്തു വെക്കാലോ. അപ്പൊ ബേക്കൽ കോട്ട എവിടെയാ വരുന്നത്? കാസർഗോഡാണ് അല്ലെ. ബേക്കൽ കോട്ട കാസർഗോഡാണ്. കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം എവിടെയാ വരുന്നത്? അനന്തപുരം കായൽ ക്ഷേത്രം അല്ലെ. അത് കാസർഗോഡാണ് വരുന്നത്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? റാണിപുരമാണ്. കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദി ഒഴുകുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ അവസാനമായിട്ട് രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കാസർഗോഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജില്ലകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യമൊക്കെ ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലാക്കാൻ നിൽക്കരുത്. ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് റിവിഷൻ നടത്തുക. ഏതെങ്കിലും കാര്യം കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഇപ്പൊ ജില്ല എന്ന് പറയുമ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ മാറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് മൊത്തം പഠിപ്പിച്ചതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കാം. അതിൽ കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ണടച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് ഏതായിരുന്നു? കണ്ണൂർ അല്ലെ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല എന്ന് പറയുന്നത്. ഇനി 3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? 3 സീകളുടെ നഗരം. 3 സി ആണെങ്കിൽ കണ്ണൂർ അല്ലെ. എൽ ആണെങ്കിലാണ് കോട്ടയം. അതുപോലെ തന്നെ തുളു ഭാഷ സംസാരിക്കുന്ന ഏക ജില്ല ഏതാണ്? തുളു ഭാഷ സംസാരിക്കുന്ന ഏക ജില്ല ഏതായിരുന്നു? കാസർഗോഡ് അല്ലെ. കാസർഗോഡാണ് തുളു ഭാഷയൊക്കെ സംസാരിക്കുന്നത്. യക്ഷഗാനം എവിടെയാണ് വരുന്നത്? യക്ഷഗാനം കാസർഗോഡാണ് അല്ലെ. കാസർഗോഡാണ്. കാപ്പിയൊക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കാപ്പി വയനാടാണ് അല്ലെ. വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ല ഏതാ? ഈ സാക്ഷരതാ നഗരം ഏതായിരുന്നു? കോഴിക്കോട് അല്ലെ. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരം എന്ന് പറയുന്നത്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. കുടുംബശ്രീ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? ഓർത്തെടുത്തേ. എവിടെയാണ്? നോക്കിയിട്ട് പറയരുത് കേട്ടോ. ഒക്കെ കണ്ണടച്ചിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിക്കുക. അതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം.
കുടുംബശ്രീ എവിടെയാ വരുന്നത്? മലപ്പുറത്താണ് അല്ലെ, മലപ്പുറത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാ? ഏത് ജില്ലയാണ്? പാലക്കാടാണ് അല്ലെ, പാലക്കാടാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാ വരുന്നത്? കാർഷിക സർവകലാശാല തൃശ്ശൂരാണെന്ന് അറിയാം. എവിടെയാണ് വരുന്നത്? മണ്ണൂത്തി അല്ലെ, മണ്ണൂത്തിയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെയായിരിക്കും? കൊച്ചിയിലാണ് അല്ലെ, കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ് അല്ലെ, ഇടമലക്കുടിയാണ്. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനമാണെങ്കിലോ? ജലഗതാഗതം ആലപ്പുഴയാണ് അല്ലെ, ആലപ്പുഴയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു? എന്താണ് പേര് കിട്ടുന്നുണ്ടോ? തിരുവില്ല അല്ലെ, തിരുവല്ലയാണ്. അതുപോലെ തുഷാരഗിരി വെള്ളച്ചാട്ടം ആണെങ്കിൽ കോഴിക്കോടാണ് അല്ലെ. ധോണിയാണെങ്കിൽ പാലക്കാടാണ്. പാലരുവി കൊല്ലം. പെരുന്തേനരുവി എവിടെയായിരുന്നു? പത്തനംതിട്ട. പൂന്തേനരുവിയാണ് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൊല്ലത്താണ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം കൊല്ലം. കണ്ടൽ മ്യൂസിയം ആണെങ്കിലാണ് കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ബട്ടർഫ്ലൈ തെന്മല. അവിടെ തന്നെയാണ് ഇക്കോ ടൂറിസം പ്രൊജക്റ്റും. ബാലരാമപുരം നഗരത്തിന്റെ ശില്പി ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം എവിടെയാണ്? ശാസ്താംപാറയാണ് അല്ലെ, ശാസ്താംപാറയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാ ജില്ലകളും നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാതെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. കൺഫ്യൂഷൻ ഉള്ളത് എഴുതി വെച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് റിവിഷൻ നടത്തുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്